ഇത് തന്നെയാണല്ലോ, പരസ്യ പോരടങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള ഹൈക്കമാൻഡ് ധാരണയിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കൂട്ടിലാണ്. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും. വേറെ ഇനി നേതാക്കൾക്ക് ഒരു സേയുമില്ല, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. 4-ാം തീയതി തന്നെ വോട്ടെണ്ണിയ മറ്റ് 3 സംസ്ഥാനങ്ങളിലും ഏകദേശം എല്ലാം ധാരണയായി. കിരൺ പറഞ്ഞ പോലെ തന്നെ ഇനി പ്രത്യേകിച്ച് വാർത്തയൊന്നും വരാനില്ല. നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഇപ്പോഴും ആ ഒരു ചോദ്യം നിൽക്കുന്നത്. ഹരി, മുഖ്യമന്ത്രി സ്ഥാന മോഹികളിൽ ഒരാളായ രമേശ് ചെന്നിത്തല ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തന്നെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. തീരുമാനം ആയിക്കഴിഞ്ഞു. ഇത് പ്രഖ്യാപനം മാത്രമാണ്. ഹൈക്കമാൻഡ് 3 പേരെയും കേട്ടു, ഘടകകക്ഷികളുമായി ചർച്ച നടത്തി. അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനമായി കഴിഞ്ഞു. പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളതെന്ന് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു. അതായത് അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. തീരുമാനമായി കഴിഞ്ഞു, ഇനി പ്രഖ്യാപനമാണ് വരേണ്ടത്. അതേസമയം 3 ക്യാമ്പുകളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചാണ് ശനിയാഴ്ച അദ്ദേഹത്തിന് അനുയായികൾ വലിയ രീതിയിൽ സംഘടിച്ച് KPC ആസ്ഥാനത്ത്. ആ KPC ആസ്ഥാനത്ത് മുഴുവൻ KC അനുകൂലികളായിരുന്നു. അവർ വലിയ പ്രതീക്ഷയോടുകൂടി TV ചാനലുകൾക്ക് മുൻപിലിരുന്നു. ലഡുവും കേക്കുമൊക്കെ അതിനിടയിൽ അവർ അവിടെ വാങ്ങി എത്തിച്ചു. പ്രഖ്യാപനം ഉടൻ എന്ന ധാരണയായിരുന്നു. പ്രഖ്യാപനം വന്നവരുടെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു KC ക്യാമ്പ്. പക്ഷേ അത് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് പ്രഖ്യാപനം ഉടനില്ല. പകരം ഒരു ഐക്യ സന്ദേശവുമായി 3 നേതാക്കളും ഒരുമിച്ച് ദീപാദാസ് മുൻഷിക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടത്. അതോടുകൂടി കാത്തിരിക്കാമെന്ന തീരുമാനത്തിലേക്ക് അവർ മാറുകയായിരുന്നു. നേതൃത്വം പറയുന്നതനുസരിച്ച് അവർ ഈ ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗ്സും ഒക്കെ എടുത്ത് മാറ്റുകയും ചെയ്തു. അതേസമയം മറ്റൊരു പ്രധാന പ്രതീക്ഷ VD സതീശൻ ക്യാമ്പിലാണ്. അത് അവരും ഇപ്പോഴും ഉറപ്പിക്കുന്നു. ഈ MLA-മാരുടെ പിന്തുണ പോലും നേരത്തെ ചിത്രങ്ങളിൽ പുറത്തു വന്നുകൂടെ, അല്ലെങ്കിൽ KC ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് പോലെ 46 MLA-മാർ KCക്കൊപ്പമല്ല, 32-33 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് VD സതീശൻ ക്യാമ്പ്. അത് ഹൈക്കമാൻഡ് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ചയാൾ, ഘടകകക്ഷിയുടെ വലിയ പിന്തുണ, ഇതൊക്കെ പൊതുജനാഭിപ്രായ രീതിയിൽ രൂപപ്പെട്ടു വരുന്ന VD അനുകൂല നിലപാടുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും, അതിലൊരു സംശയം ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് VD സതീശൻ അനുകൂലികൾ. അവർ വലിയ പ്രതിഷേധം ഒക്കെ ആദ്യം നടത്തിയിരുന്നു. ഇനി അത്തരം നടപടികളിലേക്ക് അവർ പോകില്ല. പകരം VD പ്രഖ്യാപിച്ചാലുടൻ വലിയ ആഘോഷങ്ങളിലേക്ക് പോകാൻ ആ ക്യാമ്പും തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും വലിയ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയാണ്. കാരണം ഈ 2 തർക്കങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡിനെ വെറുപ്പിക്കാത്ത, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ശാസിക്കാൻ ഉണ്ടാത്ത ഒരു നിലപാടെടുത്തത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹത്തിന് അനുകൂലികൾ ഇത്തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ ആളുകൾ പിന്തുണയത്തിന് അപ്പുറത്തേക്ക് ആരും പൊതു പ്രകടനവുമായി പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു അവമതിപ്പുണ്ടാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കവും നടത്തിയില്ല. അതുകൂടി ഈ തൻ്റെ സീനിയോറിറ്റി അടക്കമുള്ള നല്ല പേരിനൊപ്പം ഇതുമൊരു തനിക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ആ ക്യാമ്പ് അതിനെ വിശ്വസിക്കുന്നു. 2 നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വലിയ തർക്കം ഉന്നയിക്കുമ്പോൾ അവിടെ സമവായ സ്ഥാനാർത്ഥി നിലയിൽ വന്നു കയറാം എന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അങ്ങനെ 3 ക്യാമ്പും ഇപ്പോഴും പ്രതീക്ഷയാണ്. ഒറ്റയാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ 3 പേരും അവരുടെ അനുയായികളും അനുകൂലികളും ഒരുപോലെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്. ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് 3 പേരും പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ അനുയായികൾ, അനുകൂലികൾ, ക്യാമ്പുകൾ, അവരുടെ ഗ്രൂപ്പ് മാനേജർമാർ ഈ ഒരു തീരുമാനത്തെ ഏറ്റെടുക്കുക എന്നാണ് അറിയേണ്ടത്. വലിയ ആകാംക്ഷ കോൺഗ്രസ് വൃത്തങ്ങളിൽ, UDF കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ട്. അത് തന്നെയാണ്. ഇത് 3 നേതാക്കളും എങ്ങനെ ഇത് നിലപാട് സ്വീകരിക്കും? ഹൈക്കമാൻഡ് പറയുന്നത് തീരുമാനിക്കും അല്ലെങ്കിൽ അനുസരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ പോലും കിരൺ, ഇവിടെ 2 കാര്യങ്ങളുണ്ടല്ലോ. ഇത് 3 പേരെയും വെറുപ്പിക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട 3 നേതാക്കൾ തന്നെയാണ്. ആരെയും പിണക്കാൻ കഴിയില്ല. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന സാധ്യതകളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒന്നുകിൽ ടേം വ്യവസ്ഥ, അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു അപഹാസ്യമാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ സാധ്യതകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതാണ്. അതൊന്നും ടേം വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ മുഖ്യമന്ത്രിയായാൽ പോലും മറ്റു 2 പേരെയും പിണക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ തന്നെ നൽകുക എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനകത്ത് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നൊരു വിഷയമില്ലേ? സ്വാഭാവികമായും അത്തരമൊരു വിഷയം ഉണ്ട് എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിൽ ഇതിനകം വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും അങ്ങനെ ടേം വ്യവസ്ഥയിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ പരിഗണന ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ 2 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ഉറപ്പ് ഹൈക്കമാൻഡ് ഒരു കാലത്തും നൽകില്ല. ഇതുവരെ ആർക്കും അങ്ങനെ നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ടേം വ്യവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും നമ്മൾ ഇതുവരെ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം വെച്ച് പരിശോധിച്ചാൽ അങ്ങനെയാണല്ലോ നമുക്ക് പരിശോധിക്കേണ്ടി വരിക. അങ്ങനെ ഒരു രീതിയില്ല. അതുകൊണ്ട് അത് ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. അത് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നെങ്കിൽ സ്വാഭാവികമായും 3 പേർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുക വലിയ പ്രയാസമായിരിക്കും.
അല്ലെങ്കിൽ ആഭ്യന്തരം പോലൊരു വകുപ്പ് അദ്ദേഹം ഒഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ധനം പോലൊരു വകുപ്പ് VD സതീശന് കൊടുക്കുകയോ അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ അത്ര ഒരു ചർച്ചകളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. മന്ത്രിതല വകുപ്പ് ഏതാണ്, ഇന്ന വകുപ്പ് വന്നാൽ ഞാൻ മാറി നിൽക്കാം എന്നൊരു ചർച്ചയിലേക്കേ കടന്നിട്ടില്ല. ഇവരെല്ലാം നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അവസാനം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഹൈക്കമാൻഡും പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമ്പോൾ അത് അംഗീകരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇനി പക്ഷേ പ്രശ്നം പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് വകുപ്പുകൾ നൽകും എന്നുള്ളത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള രീതിയിലേക്കൊന്നും ചർച്ച ഇതുവരെ പോയിട്ടില്ല. ഇനി അത്തരം ചർച്ചകൾക്ക് വേണമെങ്കിൽ സാധ്യതയൊക്കെ ഉള്ളതാണ്. പക്ഷേ കേരളം പോലൊരു സ്ഥലത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ വേണോ എന്നുള്ള അത് മറ്റു തരത്തിലേക്കുള്ള ഒരു ആക്ഷേപത്തിന് വഴി നൽകുക. അപ്പോഴും മൂന്നാമതൊരാൾ KC വേണുഗോപാലാണ് അകത്ത് വരുന്നതെങ്കിൽ മൂന്നാമതൊരാൾ പുറത്ത് നിൽക്കേണ്ട അവസ്ഥ വരും. ഇനി അതല്ല KC വേണുഗോപാലിനെ മാറ്റി മറ്റു രണ്ടുപേരാണെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടല്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല, സ്വാഭാവികമായും അങ്ങനെ ഒരു പരിഗണിക്കേണ്ട വിഷയം വരുന്നില്ല. പക്ഷേ മറ്റു രണ്ടുപേരുമാണെങ്കിൽ മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും മന്ത്രിസഭയിൽ ഉണ്ടാവണം. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസും UDF-ഉം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരം ഒരു വിഷയത്തിലേക്ക് ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം ഒന്നും നടന്നിട്ടില്ല. അതിനു മുമ്പ് ഇവർ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി ചിലപ്പോൾ ആ തരത്തിൽ എന്താണ് ഇവർക്കൊരു നിലപാട് എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ഇവർക്ക് നൽകാനുള്ള സാധ്യതയുമുണ്ട്. അല്ല കിരൺ, ഒരു കാര്യം കൂടി, ഇപ്പം ഈ പറഞ്ഞതുപോലത്തുള്ള ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ കൂട്ടി വായിക്കുന്നെങ്കിൽ പോലും ഈ അണികളുടെ കാര്യം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഈ അനുകൂലികൾ, VD അനുകൂലികളായാലും KCയുടെ ആയാലും RCയുടെ ആയാലും ഈ അനുകൂലികളുടെ കാര്യം, ഇപ്പോൾ ഈ ഫ്ലെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കടുത്ത അതൃപ്തിയാണ് ഹൈക്കമാൻഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഫ്ലെക്സുകളൊക്കെ നീക്കം ചെയ്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണല്ലോ. ഇത് പിന്നെയും അനുകൂലമായൊരു നിലപാട് ഒരു പക്ഷത്തിന് വന്നില്ലെങ്കിൽ ഇതേ അണികൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി ഒരു പ്രത്യക്ഷ യുദ്ധം തന്നെ വീണ്ടും നടക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ലേ? ഹരി, ഇത് ഏതെങ്കിലും തരത്തിൽ അനുകൂലികൾ അവരുടെ സ്വമേധയാ അവരുടെ വൈകാരികമായ ഇത് ഉൾക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തിയതൊന്നുമല്ല. ഈ ആരുടെ അണികളായാൽ പോലും അങ്ങനെയൊക്കെ വികാരമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഉടനെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് അതൊന്നും ഹൈക്കമാൻഡ് ഗൗരവമായി തന്നെ എടുക്കുന്നില്ല. അത് കൃത്യമായി എങ്ങനെയാണോ അവർ ഹൈക്കമാൻഡ് ഒരു കൃത്യം ഇവരെ മൂന്ന് പേരെയും ഉടൻ എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ കേരളത്തിലെ മുഴുവൻ ഫ്ലെക്സുകളും നീങ്ങി. എങ്ങനെയാണ് ഈ ഫ്ലെക്സുകളൊക്കെ നീങ്ങിയത്? ഇവരുടെ എല്ലാ നേതാക്കളുടെയൊക്കെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ മൗന സമ്മതത്തോടുകൂടിയോ ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി അത്ര ഒരു നീക്കം നടത്തിയാൽ തങ്ങൾക്ക് കൂടി അത് ആപാത്താവും, അല്ലെങ്കിൽ തങ്ങളുടെ ഭാവിയെ കൂടി അത് ബാധിക്കുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലേക്കുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കോ ഒന്നും പോകാനുള്ള സാധ്യത ഹൈക്കമാൻഡ് എന്തായാലും തൽക്കാലം കാണുന്നില്ല. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇവരല്ലാതെ സ്വമേധയാ ചിലപ്പോൾ ചിലർക്ക് ആഗ്രഹം കാണും. പിന്നെ ഒരു തർക്കം വന്നു കഴിയുമ്പോൾ കുറേ പേർ പക്ഷം ചേർന്ന് നിൽക്കും. ആ പക്ഷം ചേർന്ന് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ നേതാവിനേക്കാൾ കൂടുതൽ ആ തർക്കത്തിൽ പക്ഷം ചേർന്നു എന്ന തരത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ, പക്ഷേ അതൊരു വലിയ ഗൗരവമായി എന്തായാലും ഹൈക്കമാൻഡ് കാണുന്നില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റാലി വന്നു കഴിഞ്ഞാൽ, ഫ്ലെക്സ് വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് വഴങ്ങി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന രീതി എന്തായാലും ഹൈക്കമാൻഡില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊതുവികാരം എന്താണ്, കേരളത്തിലെ UDF-ൻ്റെ പൊതുവികാരം എന്താണ്, അതിന് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൽ ആരാണ് നല്ലത്, ആ തരത്തിൽ ഒരു നിലപാടാണ് സ്വീകരിക്കുക. അല്ലാതെ ഫ്ലെക്സ് നോക്കിയോ അല്ലെങ്കിൽ ഇനി നാളെ തെരുവിൽ പ്രകടനം നടക്കുമോ എന്ന് നോക്കിയൊന്നും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളിന് അത് ദോഷകരമായി ബാധിക്കാൻ കൂടി സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. എന്തായാലും തെരുവ് യുദ്ധം കണ്ടിട്ടൊന്നും തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് എന്തായാലും തയ്യാറാവത്തുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.